ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടൈപ്പ് ഓഫ് ഫാസ്റ്റനേഴ്സിലെ തേർഡ് ടോപ്പിക്കാണ് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്ക്രൂ ത്രെഡ് എന്താ നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് നോക്കി. ആ എലമെൻറ്റ്സ് മനസ്സിലാക്കിയാലേ ഉള്ളൂ പിന്നെ അവിടുന്ന് വരുന്ന ഓരോരോ ടോപ്പിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ അത് അറിയില്ലെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് കാണാൻ വരിക. ഓക്കെ, അപ്പം ആ എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ വി ത്രെഡ് ആണ് പറഞ്ഞത്. അതിൻ്റെ ഒരു 4 ടൈപ്സ് അല്ലേ, ഏതൊക്കെയായിരുന്നത്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വൈറ്റ് വേർത്ത് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആൻഡ് മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത്. അത് വി ത്രെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതേപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ ത്രെഡിനെ പറ്റിയിട്ടാണ്. സ്ക്വയർ ത്രെഡും അതേപോലെ തന്നെ ട്രപ്പിസോയിഡൽ ത്രെഡുമാണ് നമ്മൾ മെയിൻലി ഈ ഒരു ക്ലാസ്സിൽ. ഓൾസോ കഴിയുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ത്രെഡും കൂടി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം സ്ക്വയർ ത്രെഡ് അതിൽ ഈ ഒരു ഫിഗറിൽ നോക്കൂ. നമുക്ക് നമ്മൾ ഫ്ലാങ്ക് എന്ന് വെച്ചാൽ ഫ്ലാങ്ക് എന്തായിരുന്നു? സൈഡ് ഓഫ് ദി ത്രെഡാണ് ഫ്ലാങ്ക്. ആ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയായിരിക്കും? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലാങ്സ് വരുന്നത്. ദാറ്റ് മീൻസ് വെർട്ടിക്കലാണ് ഇവിടെ ഫ്ലാങ്ക്. അതിനെക്കൊണ്ടാണ് അതിന് സ്ക്വയർ ത്രെഡ് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. പിന്നെ ഓർമ്മിക്കേണ്ട പോയിന്റ്, നമ്മളുടെ ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 0.5 p ആണ് അതിൻ്റെ തിക്നെസ്. പി എന്ന് പറഞ്ഞാൽ എന്താ? പിച്ചാണ് കേട്ടോ. പിന്നെ ഒരു ഇൻറ്റേർണൽ ഷാഫ്റ്റിലാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.5 p + a ആണ്. വേറെ a = 0.5 mm ആണ് വരുന്നത്. ഇനി നമ്മളിത് ഓർമ്മിക്കേണ്ടത് ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓർ പവർ ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, ഈ ഒരു സ്ക്വയർ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. 1 by 1 ആയിട്ട് എക്സാമ്പിൾ. ഇപ്പോൾ എന്തിനാണെന്നുള്ള ഓർമ്മിച്ചല്ലോ. അപ്പോൾ ആകെ 4 പോയിൻ്റാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത്. ഫസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഫ്ലാങ്കിൻ്റെ കാര്യം പറയാം. രണ്ടാമത്തെ അതിൻ്റെ തിക്നെസ് പറയുക, 0.5 p ആണ്. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഇൻറ്റേർണൽ ത്രെഡ് എത്രയെന്നുള്ളത് 0.5 p + a ഉള്ളത്. പിന്നെ ഇതെവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് പറഞ്ഞുതരാം. യൂസ് ചെയ്യുന്നത് പവർ ഓർ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ബോത്ത് ഡയറക്ഷനിലേക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതാണ് സ്ക്രൂ ജാക്ക്. ഇതൊന്ന് ജസ്റ്റ് ഒരു സ്ക്രൂ ജാക്കിൻ്റെ വർക്കിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വർക്കിംഗ് ഒന്ന് നോക്കിക്കോളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെഞ്ച് വൈസ് ഹാൻഡിൽസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ക്രോസ് സ്ലൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പൗണ്ട് സ്ലൈഡിലും. നെക്സ്റ്റ് ആണ് ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ മോഷൻ ഓർ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ആക്മേ ത്രെഡ് ഉണ്ട്, മെട്രിക് ആക്മേ ത്രെഡ്, ബട്രസ് ത്രെഡ്, മോഡിഫൈഡ് ബട്രസ് ത്രെഡ്, അങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ് ആണ് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത്. സോ ഇത് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫൈഡ് ഫോമാണ് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈ ഒരു ഫിഗറിലുണ്ട്. 29°C ആണ് ആക്മേ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലെയ്ത്തിലൊക്കെ ലെഡ് സ്ക്രൂ യൂസ് ചെയ്യും. അതിലായിരിക്കും ഈ ആക്മേ ത്രെഡായിരിക്കും അതിലുണ്ടാവുക. ആൻഡ് ഇത് ഈസി മാനുഫാക്ചറിങ് കൂടിയാണ് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡിഫൈഡ് ആക്മേ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്മേ ത്രെഡ് തന്നെയാണ്, പക്ഷേ അവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 30° ആയിരിക്കും വരിക. അപ്പം ആക്മേ ത്രെഡിൻ്റെത് 29° ആണ് ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ. ആൻഡ് മോഡിഫൈഡ് ആക്മേ ത്രെഡ് എന്ന് പറയുമ്പോൾ ആംഗിൾ എത്രയാണ് വരുന്നത്? 30° ആണ്. ഈ ഒരു കാര്യം ഓർമ്മിച്ചേക്കുക. ഇതാണ് ആക്മേ ത്രെഡും മോഡിഫൈഡ് ആക്മേ ത്രെഡും. ഇനി തേർഡ് ടൈപ്പാണ് നമ്മൾ ഇത് ലെഡ് സ്ക്രൂ ആട്ടോ, ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ തേർഡ് വണ്ണാണ് ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് നോക്കി നോക്കൂ. അതിൻ്റെ ഒരു ഫ്ലാങ്ക് എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലറും മറ്റേ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡും ആയിട്ടാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ ഇൻക്ലിനേഷൻ നമ്മൾ എടുക്കുന്നത് 45° ആയിട്ടാണ് എടുക്കുന്നത്. സോ ബട്രസ് ത്രെഡ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ പവർ ട്രാൻസ്മിഷൻ എങ്ങനെ? ഓൺലി ഇൻ 1 ഡയറക്ഷൻ. ഓക്കെ, അപ്പം പവർ ട്രാൻസ്മിഷൻ ഇൻ 2 ഡയറക്ഷൻ ഏതായിരുന്നു? ബോത്ത് ഡയറക്ഷൻ ഏതായിരുന്നു? സ്ക്വയർ ത്രെഡ് ആയിരുന്നു എന്നുള്ള ഓർമ്മിക്കാം.
ആൻഡ് ഇത് നമ്മൾ ഇനി എവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. പവർ പ്രസ്സിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കാർപ്പൻറ്ററി വൈസിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഈ ബെഞ്ച് വൈസിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, പിന്നെ റാച്ചറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് റൗണ്ട് ത്രെഡ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നെക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണ്, ഒരു പ്രൊഫൈലാണ് ഇത്. ഷേപ്പ് എന്താണ്, അവിടെ റൂട്ടും അതേപോലെ തന്നെ ക്രസ്റ്റും നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഷേപ്പാണ് വരുന്നത്, ഒരു റൗണ്ട് ഷേപ്പാണല്ലേ വരുന്നത്. അപ്പോൾ ഒരു സെമി സർക്കുലർ ഫോമാണ് ഇതിനെന്ന് പറയുന്നത്. ഇതിൻ്റെ ത്രെഡ് ആംഗിൾ നമ്മൾ 30 ഡിഗ്രി ആയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാൾവ് സ്പിൻഡിൽസിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ റെയിൽവേ കാരേജ് കപ്ലിംഗ് കണ്ടില്ലേ, ഇവിടെ അവിടേക്ക് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്യും, പിന്നെ ഹോസ് കണക്ഷനിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലിപ്പം എടുത്തത് ഏതൊക്കെയായിരുന്നു, സ്ക്വയർ ത്രെഡും അതേപോലെ ട്രപ്പിസോയ്ഡൽ ത്രെഡും ആയിരുന്നു എടുത്തത്. അപ്പം എന്താ നമ്മൾ സ്ക്രൂ ത്രെഡിൻ്റെ ടൈപ്സിൽ ഇപ്പം ഏതൊക്കെ ടൈപ്സ് നോക്കിക്കഴിഞ്ഞു, വി ത്രെഡും സ്ക്വയർ ത്രെഡും ട്രപ്പിസോയ്ഡൽ ത്രെഡും നോക്കിക്കഴിഞ്ഞു. അത്രയും നമുക്ക് വരുന്നുള്ളൂ ഇതിൽ ഓവറോൾ ഈ ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ടോപ്പിക്കിനെ പറ്റിയിട്ട്. അപ്പോൾ വി ത്രെഡിൻ്റെ നമുക്ക് എന്താ ഓർമ്മിക്കാനുള്ളത്, അതിൻ്റെ 4 ടൈപ്പ്: ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വൈറ്റ് വർക്ക് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആൻഡ് മെട്രിക് ത്രെഡ്. അതിലെന്താ കൂടുതലായിട്ട് ഓർമ്മിക്കാനുണ്ടാവുന്നത്, ത്രെഡ് ആംഗിൾ എന്താണ്, അതിൻ്റെ ആക്ച്വൽ ഡെപ്തിൻ്റെ വാല്യൂ ഓരോന്നും എത്ര വാരി ചെയ്ത് വരുന്നുണ്ട്, ആൻഡ് ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, പിന്നെ അതിൻ്റെ ഒരു പ്രൊഫൈലും എന്ത് ഷേപ്പാണെന്നുള്ളതും. പിന്നെ നമ്മൾ പഠിച്ചത് സ്ക്വയർ ത്രെഡ് ആയിരുന്നു. സ്ക്വയർ ത്രെഡിൻ്റെ ഷേപ്പ് എന്താണെന്ന് ഓർമ്മിക്കാം, പിന്നെ അത് എവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർമ്മിക്കാം. ഓക്കെ, പിന്നെ ആ ഒരു തിക്നെസ്സും ഡെപ്ത് സ്ക്വയർ ത്രെഡിൻ്റെ എത്രയാണ്, 0.5 p ആണ്. പിന്നെ എന്താണ് അതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ 0.5 p+a ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ട്രപ്പിസോയ്ഡൽ ത്രെഡ് ആയിരുന്നു. ട്രപ്പിസോയ്ഡലിൽ അതേപോലെ 4 ടൈപ്പ് വരുന്നുണ്ട്: ആക്മേ ത്രെഡും, മെട്രിക് ആക്മേ ത്രെഡ്, ബട്രസ് ത്രെഡ്, മോഡിഫൈഡ് ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 4 എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻലി നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എന്താണെന്നുള്ളത് പഠിക്കണം, എവിടേക്കാണ് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കണം, പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കാം. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ടൈപ്പായിരുന്നു റൗണ്ട് ത്രെഡ് അല്ലെങ്കിൽ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും ത്രെഡ് ആംഗിൾ ഓർമ്മിച്ച് വെക്കുക, എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ച് വെക്കുക. സോ ഇത്രയും നമുക്ക് എന്തിൽ വരുന്നുള്ളൂ, നമ്മൾ സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നു.